നമ്മൾ ഇന്ന് പോകുന്നത് ഒരു കുറച്ച് ക്ലോത്ത് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. സൺഗ്ലാസ് വെച്ചിരിക്കുന്ന ഷോ ഓഫ് ഒന്നുമല്ല, എനിക്ക് ഭയങ്കര വെയിലടിക്കണോണ്ട് വെച്ചേക്കുന്നതാണ്. അതേപോലെ ഇപ്പൊ നമ്മളിപ്പോ ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നേരത്തെ പോകുന്നതാണ് ഈ കാണുന്നത്. നമുക്കൊരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞ് ആവശ്യപ്പെട്ട കാരണം എന്ന് വെച്ചാല് അവർക്ക് ഫാബ്രിക് കുറച്ച് കാണണം. ആക്ച്വലി നമ്മുടെ കയ്യിൽ ക്ലോത്ത് കുറവാണ്, ഫാബ്രിക്കിന്റെ കളക്ഷൻസ് അങ്ങനെ ഒരുപാടൊന്നും എടുത്തു വെക്കുന്നില്ല നമ്മള്. അപ്പൊ അവരെ ഡയറക്റ്റ് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കളക്ഷൻസ് ഒരുപാട് അവിടെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം. അതേപോലെ തന്നെ എനിക്ക് ഇന്നൊരു ഫോൾഡബിൾ ടേബിൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു അക്സസറീസും കൂടി വാങ്ങിക്കാനുണ്ട്. അതും MG റോഡിലാണ് വരുന്നത്, ബൈപ്പാസ്, അതായത് എറണാകുളത്ത് ബൈപ്പാസ് റോഡിലാണ് വരുന്നത്. അപ്പോൾ അതും ഒരു ഷോപ്പുണ്ട്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കൂടി കാണിച്ചു തരാം. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 42 കിലോമീറ്റർ അടുത്തുണ്ട്. ആക്ച്വലി നമ്മുടെ ഷോറൂമും എറണാകുളം തമ്മിലൊരു 40 കിലോമീറ്റർ സംതിങ് കിലോമീറ്റർ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ ശരി എന്നാ. അപ്പോൾ ഇനിയിപ്പോൾ ഷോറൂമിൽ അവിടുത്തെ ഷോപ്പിനകത്ത് നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ പിന്നെ അതേപോലെ പറഞ്ഞ ഞാൻ ആ ഫോൾഡബിൾ ടേബിളിൻ്റെ കാര്യമില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കണ്ടൊരു ആൾട്രോസിൻ്റെ, ടാറ്റയുടെ ആൾട്രോസിൻ്റെ വണ്ടിയാണ്. പക്ഷെ അതിനകത്ത് നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതെന്താ ഇങ്ങനെ നമ്പർ? ഞാൻ പറഞ്ഞ എനിക്ക് ഈ നമ്പർ എന്താ സംഭവം എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ആണ്, പക്ഷെ എന്താ നമ്പർ എന്നറിയില്ല. അറിയാവുന്ന ആൾക്കാരൊന്നും പറഞ്ഞുതരാമോ? അപ്പോൾ നമ്മൾ വന്ന് ലാസ്റ്റ് നമ്മുടെ ബൈപ്പാസ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സോടെ ഉള്ളൂ. ഞാനിപ്പോൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഷോപ്പ് കാണിച്ചു. അവസാനം നമ്മുടെ ഷോപ്പിലെത്തി. ചെറിയൊരു ഷോപ്പാണ്, പക്ഷെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. നമ്മളത് ഇവിടെ ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതനുസരിച്ച് എടുത്തു തരണം. പക്ഷെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഒരു ആർക്കിടെക്ട് വഴിയാണ് ഞാനിവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. അപ്പോൾ അതിനകത്തുള്ള കളക്ഷൻസാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ സെലക്ട് ചെയ്യുന്നതാണ്. ഒരു ഗ്രീൻ കളറാണ് കസ്റ്റമേഴ്സ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പല ടൈപ്പ് ഗ്രീൻ കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു ഫോട്ടോസ് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ജസ്റ്റ് ഷോറൂമിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് ഫർണിച്ചറൊക്കെ കാണിക്കുന്നത്. ഇത് രണ്ടും വ്യത്യാസം നോക്കി. അപ്പൊ നമ്മൾ അവിടുത്തെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് തിരിച്ചു പോവാണ്. രാത്രിയായി. ഞാൻ ആക്ച്വലി ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആ ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചത് കയറാൻ ടൈം കിട്ടിയില്ല. ഒരു ഫോൾഡബിൾ ടേബിളിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പം ആ അക്സസറീസ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ടൈം എത്തി. സെലക്ഷൻ ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോകണം ഞങ്ങളിപ്പോൾ. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റോയലിൽ കയറി ചായ കുടിച്ച് ഇനിയിപ്പോൾ ഈ വഴി നേരെ തിരിച്ച് വീട്ടിൽ പോകണം.